كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لطيف بعباده يرزق من يشاء وهو القوي العزيز من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്കും വിധിവിലക്കുകൾക്കും വിധേയമായി ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രാവശ്യവും ജനലക്ഷങ്ങൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരിൽ നിന്നെല്ലാം ആ ഹജ്ജ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ഹാജിമാര് ഈ വർഷം മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം പകരമായി നൽകട്ടെ. സഹോദരന്മാരെ, നമ്മളെ കൂട്ടത്തിൽ അധിക ആളുകളും ഹജ്ജ് നിർവഹിക്കാത്തവരാണ്. കഅബ കാണാൻ ആഗ്രഹമുണ്ട്, ഹജ്ജ് ചെയ്യാൻ പൂതിയുണ്ട്. എന്നാൽ അവിടെ എത്തിപ്പെടാൻ ഈ ആയുസ്സിൽ സാധിക്കുമോ എന്ന് ആശങ്കയുള്ളവരാണ്. ഒരുപാട് കടബാധ്യതകളുള്ളവർ, ജീവിതത്തിന്റെ നിത്യചിലവുകൾക്ക് വരെ പ്രയാസപ്പെടുന്നവർ, ഹജ്ജ് വെറും ഒരു സ്വപ്നം മാത്രമായി കരുതുന്നവർ, അവരാണ് നമ്മളെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ പോലെയുള്ള ഒരു പ്രദേശത്ത് കൂടുതലായും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയവനാണ്. അവൻ ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും നടത്താൻ കഴിവുള്ളവനാണ്. നമ്മുടെ ഉദ്ദേശം അല്ലാഹു സഫലമാക്കി തീർക്കട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ മക്കയിലെത്തി കഅബയെ തവാഫ് ചെയ്ത് ആ പുണ്യഭൂമിയിലെത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ച, പ്രബോധനം ചെയ്ത ആ മണ്ണ് കാണാനും അവിടെയുള്ള ഇസ്ലാമിന്റെ ഷിആറുകൾ, ആഥാറുകൾ ദർശിക്കാനും പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാനുമൊക്കെ നമുക്കാഗ്രഹമുണ്ട്. എന്നാൽ അതിന് സാധിക്കാത്ത ആളുകൾക്ക്, അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കാതെ ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക്, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി തരാം എന്ന് പറഞ്ഞ 7 കാര്യങ്ങളുണ്ട്. ആ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടണം, കൂലി കിട്ടണം. എന്താണതിന്റെ കൂലി? മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് ഫലം യഫ്സുഖ് റജഅ കയൗമി വലദത്തുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ തെറ്റുകളൊന്നുമില്ലാതെ ഉമ്മ പ്രസവിച്ച ദിവസം തന്നെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വർഗമാണ്. നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ മുന്നിലുള്ള തടസ്സം ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ്. എങ്കിൽ അള്ളാഹു നൽകുന്നൊരവസരമാണ് ഹജ്ജ്.
അതിന്റെ പ്രതിഫലമാണ്, ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഉമ്മ പ്രസവിച്ച ആ ദിനം പോലെ ശുദ്ധമായി മരണപ്പെടാൻ കഴിയുക, ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ആ കൂലി നമുക്ക് ഈ 7 കാര്യങ്ങൾ ചെയ്താൽ കിട്ടും. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം മബ്റൂറായ ഹജ്ജിനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്കും ഒരു ഹാജിയെ പോലെ ആകാം. ഹാജി എന്നത് കേവലം ഒരു പേരല്ലല്ലോ, നമ്മുടെ പേരിന്റെ കൂടെ ചേർക്കേണ്ട ഒരു ഓമനപ്പേരോ ഒരു സ്ഥാനപ്പേരോ അല്ലല്ലോ, മറിച്ച് അള്ളാഹുവിന്റെ അതിഥിയായി അവിടെ എത്തി, ളിയൂഫുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അതിഥിയായി അവിടെ എത്തി ആ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വരുന്ന ആളുകളെ വിളിക്കുന്ന ഒരു പേരാണ് ഹാജി എന്നത്. ഹജ്ജിന്റെ പ്രതിഫലമാണ് നമുക്ക് ആവശ്യം എങ്കിൽ ആ 7 കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് കിട്ടും, നമുക്കും ഒരു ഹാജിയെ പോലെയാകാം. ഒന്നാമത്തെ കാര്യം നല്ല നിയ്യത്തുണ്ടാവുക എന്നതാണ്. നല്ല നിയ്യത്തിന് നേടിയെടുക്കാൻ കഴിയാത്ത പുണ്യങ്ങളൊന്നുമില്ല. സമ്പത്തുള്ള ധാരാളം ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും അവരെ പോലെ ഹജ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന ഒരു ആത്മാർത്ഥമായ ഒരു ഉദ്ദേശശുദ്ധി, നിയ്യത്ത് നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ ഹജ്ജ് ചെയ്തവനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമ ദുനിയാ ലി അർബഅത്തി നഫറിൻ. ഈ ദുനിയാവിൽ 4 തരം ആളുകളാണ്, വിഭാഗങ്ങളാണ് ഉള്ളത്. അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമൻ. ഒരു അടിമക്ക് അല്ലാഹ് വിജ്ഞാനവും നൽകി മുതലും നൽകി. വഹുവ യത്തഖി ഫീഹി റബ്ബഹു. ആ അറിവും സമ്പത്തും ഉപയോഗിച്ച് അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചു. വയസിലു ഫീഹി റഹിമഹു. ആ സമ്പത്തും സ്ഥാനങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. തന്റെ കുടുംബത്തെ ആരും അകറ്റിയില്ല, കുടുംബബന്ധം ചേർത്തു. ആരുമായി, ഏട്ടനുമായോ അനുജനുമായോ മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഒന്നും ഒരു അകൽച്ചയുമില്ലാതെ തന്റെ സ്വത്തും തനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തും കാരണം കുടുംബത്തെ ചേർത്ത് പിടിച്ചു, ആ കുടുംബത്തെ അടുപ്പിക്കാൻ ശ്രമിച്ചു. വയഅലമു ലില്ലാഹി ഫീഹി ഹഖൻ. അള്ളാഹുവിന് ഉള്ള ഹക്കുകളൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ വീട്ടി. ഫഹദ ബി അഫ്ദലിൽ മനാസിൽ. അവനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാലൻ. ഒരാൾക്കല്ല ഇൽമു കൊടുത്തു, പക്ഷെ അയാൾക്കല്ല മുതൽ കൊടുത്തില്ല. വഹുവ സാദിഖുൻ നിയ്യ. അവന് സത്യസന്ധമായ നിയ്യത്ത് അവന്റെ ഉള്ളിലുണ്ട്. അവൻ പറയും, ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ബി അമലി ഫുലാൻ. എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇൽമ മാത്രമേ ഉള്ളൂ, മുതലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മുതലുള്ള ആള് ഹജ്ജിന് പോകുന്ന പോലെ ഞാൻ ഹജ്ജ് ചെയ്യുമായിരുന്നു, ദാനം ചെയ്യുന്ന പോലെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഫഹുവ ഫീ നിയ്യത്തിഹി. ആ നീയത്ത്, അവന്റെ ഉള്ളിലുള്ള ആ ഉദ്ദേശശുദ്ധി, ആഗ്രഹമുണ്ടല്ലോ, ഫഅജ്റുഹുമാ സവാ. അവർ ഈ 2 പേരും കൂലിയിൽ ഒരുപോലെയാണ്. മറ്റവൻ ഹജ്ജ് ചെയ്തു, ഇവന് സമ്പത്തില്ല, ഉണ്ടെങ്കിൽ ഞാൻ പോകും എന്ന നീയത്ത് അവന്റെ ഉള്ളിലുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ ഹജ്ജിന് പോയവന്റെ കൂലിയും ഈ ആഗ്രഹിച്ചവന്റെ കൂലിയും ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇഷ്റാഖ് നമസ്കാരമാണ്. നമുക്കും ഒരു ഹാജിയെ പോലെ ആകാൻ, ഹജ്ജിന്റെ കൂലി കിട്ടാൻ, നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾ എന്തുദ്ദേശിക്കുന്നുവോ അത് കിട്ടാനുള്ള 7 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം ഇഷ്റാഖ് നമസ്കാരമാണ്. ഇഷ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ സ്വല്ലൽ ഗദാത ഫി ജമാഅത്തിൻ. സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ വരണം. ثم قعد يذكر الله حتى تطلع الشمس. സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ദിക്റുമായി ആ സുബ്ഹി നമസ്കരിച്ച സ്ഥലത്ത് തന്നെ അയാൾ ഇരിക്കണം. അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം, അത് ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞൊരൽപ്പം ഉയർന്നതിന് ശേഷം, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുമ്മ സ്വല്ലാ റകഅതൈനി, എന്നിട്ട് അയാൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അതാണ് ഇഷ്റാഖ് നിസ്കാരം. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ. അത് ചെയ്തൊരാളെ കൂലി ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, താമ്മത്തിൻ 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 3 വട്ടം. അങ്ങനെ ഇത്രയും പൈസ മുടക്കി, 8 ലക്ഷം 7 ലക്ഷം മുടക്കി മക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്ത ആളെ കൂലി ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ? സംശയം വേണ്ട. താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായി തന്നെ കിട്ടും. സുബഹിക്ക് ജമാഅത്തിന് വരണം, എന്നിട്ട് ആ നിസ്കരിച്ച സ്ഥാനത്തിരിക്കണം, ദിക്റുകളുമായി അവിടെ ഇരിക്കണം, സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കണം. ആ സൂര്യൻ ഉദിച്ച് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കണം. അവന് ഹജ്ജിന്റെയും ഉംറന്റെയും കൂലിയാണ്.
ഇഷ്റാഖ് നിസ്കരിച്ച ആൾക്കാർ പിന്നെ ളുഹ നിസ്കരിക്കണ്ട. ആ ഇഷ്റാഖ് നിസ്കാരം തന്നെയാണ് ളുഹ. ഇനി ഒരാൾക്ക് ളുഹ നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. ഇഷ്റാഖും ളുഹയും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇഷ്റാഖ് 2 റക്അത്തേ ഉള്ളൂ. ളുഹ നമസ്കാരം 8 റക്അത്ത് വരെ നിസ്കരിച്ചത് 12 റക്അത്ത് വരെയൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഇഷ്റാഖ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ളുഹയും അത് തന്നെയാണ്, അത് മതിയാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ സ്വഹാബികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഇൽമ് നേടാൻ പള്ളിയിലേക്ക് പുറപ്പെടലാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളോടനുബന്ധമായ മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ നമുക്ക് ഇൽമ് കിട്ടാൻ, അറിവ് നേടാനുള്ള സ്ഥലങ്ങളാണ്. ആ അറിവുകൾ നേടാൻ ആ ഇൽമ് തേടി നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജിന്റെ കൂലിയാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബി ഉമാമ പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു. ആരെങ്കിലും ഒരാള് ഒരു ഇൽമ് പഠിക്കണം എന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് പരിപൂർണമായ ഹജ്ജിന്റെ കൂലി ഉണ്ടായിരിക്കും. കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു. ഒരു പൂർണ്ണമായ ഒരു ഹാജി ചെയ്ത ഹജ്ജിന്റെ കൂലി അവന് കിട്ടുമെന്നാണ്. സഹോദരങ്ങളെ, ഇതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ഈ അവസരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടും ഈ അവസരങ്ങൾ വേണ്ട എന്ന് വെക്കുന്നവരെ പോലെ നമ്മൾ ആയും മാറരുത്. 7 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 4ാമത്തെ കാര്യം ഫർള് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു വരിക. ഫർള് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു വരിക. അതൊരു നമസ്കാരം, ഫർള് നമസ്കാരം മാത്രമല്ല. നോക്കൂ നിങ്ങൾ, ഇനി സുന്നത്ത് നിസ്കാരാണെങ്കിൽ ഉംറയുടെ കൂലി ഉണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് പുറപ്പെട്ടു വരേണ്ടത്? അതിന് ചില ഷർത്തുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ വരുന്ന പോലെ ഇങ്ങോട്ട് ഒരു വരവല്ല, മറിച്ച് ഫർള് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹജ്ജിന്റെ കൂലി കിട്ടണം എന്ന നിയ്യത്തോടുകൂടി പുറപ്പെടണം. ഏത് കർമ്മവും അങ്ങനെയാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നെയ്യത്തില്ലാത്ത ഒരു അമലിനും സ്വീകാര്യതയില്ല. അതുകൊണ്ട് ഫർള് നമസ്കാരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പടച്ചോനെ എനിക്ക് ഹജ്ജിന്റെ കൂലി കിട്ടണം എന്ന നെയ്യത്ത് വെച്ച് പുറപ്പെടണം. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി പറയാണ്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ. ഒരാൾ അവന്റെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യണം. പള്ളിയിലെ ഹൗദിൽ നിന്നല്ല, പള്ളിയിലെ പൈപ്പിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഈ ഉദ്ദേശം വെച്ച്. വീട്ടിൽ നിന്ന് അവൻ മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, വുളൂ ചെയ്ത് അംഗശുദ്ധി വരുത്തി വുളൂ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർള് നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട്. ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. സുബ്ഹാനല്ലാഹ്, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ്. ഹജ്ജ് ചെയ്തവന്റെ കൂലി എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ഈ ഹദീസുകളൊക്കെ നിങ്ങൾ നോക്കി ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തീരാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പൂർണ്ണമായ ഹജ്ജ് എന്ന് പറഞ്ഞു. ഇവിടെ റസൂൽ പറയാണ് കഅജ്രിൽ ഹാജിൽ മുഹ്രിം. ഇഹ്റാമിൽ പ്രവേശിച്ച്, എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കുക? ഹജ്ജിന്റെ നിർബന്ധമായ വാജിബാത്തുകൾ അർക്കാനുകളിൽപ്പെട്ടതാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. ചില ആൾക്കാർ ഹജ്ജിന് പോയാൽ, ഉംറക്കൊക്കെ പോയാൽ ആയിഷ പള്ളിയിൽ പോയിട്ട് അവിടെ അങ്ങനെ റിയാലേ എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഒരു ഹജ്ജില്ല, അങ്ങനെ ഒരു ഉംറ ഇല്ല. ചില ആൾക്കാർ ഉംറക്ക് ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും അതിന്റെ ഒന്നാമത്തത് ഇഹ്റാം, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്കുള്ള മീഖാത്ത് യലംലമാണ്. അവിടെ വെച്ച് നമ്മൾ ജിദ്ദയിലെത്തുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് വിമാനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് വരും, ഇതാ മീഖാത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കേണ്ടത്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ്. എന്നാൽ മക്കക്കാർക്കുള്ള മീഖാത്താണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അശുദ്ധിയായപ്പോ അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റൂല, മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ശുദ്ധിയായതിനു ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് അവിടെ മക്കക്കാരുടെ മീഖാത്തിൽ ചെയ്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് വരാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം ആങ്ങളന്റെ കൂടെ പറഞ്ഞയച്ചത് അബ്ദുറഹ്മാൻ എന്നവര് ആ കൂടെ ഏതായാലും പെങ്ങളെ കൂടെ പോകല്ലേ എന്ന് കരുതിയിട്ട് ഒരു ഉംറ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഉംറ ചെയ്തിട്ടില്ല. അപ്പൊ അത് മക്കക്കാർക്ക്, നിവാസികൾക്ക് മാത്രമുള്ളതാണ്. നമ്മൾ അന്യനാടുകളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നല്ലല്ലോ ആണ്. ഹജ്ജിന്റെ ഒന്നാമത്തെ
വാജിബാത്ത് അർക്കാനുകളിൽപ്പെട്ട കാര്യം അതാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്നല്ല. അപ്പൊ അതുകൊണ്ട് അത് കൂടെ പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇഹ്റാമിൽ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ, ഇനി ളുഹ നമസ്കരിക്കാൻ വേണ്ടി, സുന്നത്ത് നമസ്കാരമാണ്, അതിനുവേണ്ടി ആരെങ്കിലും പുറപ്പെട്ടാൽ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാ, ആ ഉദ്ദേശത്തിൽ മാത്രം ഒരാള് ഏതായാലും അങ്ങാടിക്ക് പോവാണ്, എന്നാ പിന്നെ ളുഹ നിസ്കരിക്കുക, ഏതായാലും മൂത്രയിക്കാൻ പള്ളിക്ക് കയറി, എന്നാ പിന്നെ ളുഹ നിസ്കരിക്കുക, അതല്ല, ആ നിയ്യത്ത് മാത്രം വെച്ച് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ളുഹ നിസ്കരിച്ചാൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്തവന്റെ കൂലിയാണ്. സഹോദരങ്ങളെ, എത്രയൊക്കെയും അവസരങ്ങൾ നമുക്ക് നൽകുന്നത് 3 കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാൻ പറ്റിയത് ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. ഇതൊക്കെ, ഈ അവസരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത്, ഞാൻ ഓതി വെച്ച ആയത്ത് സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സിരുത്തി കേൾക്കണം. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. അല്ലാഹു അവന്റെ ദാസന്മാരോട് കനിവുള്ളവനാണ്. അള്ളാഹു അവന്റെ അടിമകളോട് കനിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കനിവിന്റെ, അവന്റെ ലുതുഫിന്റെ, അവന്റെ സ്നേഹത്തിന്റെ, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയുടെ കനിവിന്റെ ഭാഗമാണിത്. യർസുഖു മൻ യശാ, അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകും. വഹുവൽ ഖവിയുൽ അസീസ്, അവൻ ശക്തനും പ്രതാപശാലിയുമാണ്. അതുകൊണ്ട് മൻ കാന യുരീദു ഹർസൽ ആഖിറ, മരണത്തിന് ശേഷം നമ്മളെ കാത്തിരിക്കുന്ന പരലോകത്തിന്റെ ഒരു കൃഷിയാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫി അർസിഹി, അവന്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. ആരെങ്കിലും ദുനിയാവിൽ വെച്ച് പരലോകത്തേക്ക് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വർധനവ് നൽകും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ദുനിയാവിൽ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹാ, ദുനിയാവ് കൊടുക്കും. അത് റഹ്മാനായ റബ്ബിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്, റഹ്മാനായ റബ്ബിന്റെ നടപടിക്രമമാണ്. ഇവിടെ ദുനിയാവ് കൊടുക്കൽ കാഫിറെന്നോ മുസ്ലിമെന്നോ മുശ്രിക്കെന്നൊന്നുമില്ല. ദുനിയാവ് അള്ളാഹു എല്ലാവർക്കും കൊടുക്കും. അത് കാഫിർ മുസ്ലിം എന്നൊന്നുമില്ല. അത് അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണത്. എന്നാൽ അള്ളാഹു പറയാണ്, ദുനിയാവിൽ ആരെങ്കിലും ദുനിയാവ് മാത്രം ഉദ്ദേശിച്ചാൽ, ആ ദുനിയാവിന്റെ കൃഷിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതവൻ അള്ളാഹുവിന് കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, മരണത്തിന് ശേഷം അവന് ഒരു ഓഹരി ഉണ്ടാവൂല, ഒരു ഓഹരിയും ഒരു നസീബും അവന് കിട്ടുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകത്തേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യാത്രയല്ല, ഒരു ടൂറല്ല സഹോദരങ്ങളെ, അതൊരു ടൂറായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിനോദയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജും ഉംറയുമെല്ലാം. അതിന്റെ തനതായ ശൈലിയും അതിന്റെ ആത്മാവും അതിന്റെ റൂഹുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ പണക്കാരൊക്കെ പണം കൊണ്ട് ഒരു ടൂർ പോകുന്നു പല നാടുകളിലേക്ക്. എന്നാൽ അതിന്റെ കൂടെ ഒരു ടൂർ അത് മക്കയിലേക്കുമാകട്ടെ എന്ന് വെക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആ ഒരു യാത്രയല്ല, മറിച്ച് മരണത്തിന് ശേഷം പരലോകത്തേക്കുള്ള സമ്പത്താണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ കൂലി നമുക്കും ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ചെറുതായി ശ്രദ്ധിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട വളരെ പ്രധാനപ്പെട്ട 2 വാർത്തകളുണ്ട്. ഒന്ന്, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ നടന്ന ഒരു മോഡേൺ വെറൈറ്റി നിക്കാഹാണ്. മറ്റൊന്ന്, മിനിയാന്ന് നമ്മുടെ തൊട്ടടുത്ത കോട്ടക്കൽ നിക്കാഹിന് ശേഷം വധുവിന്റെ വീട്ടുകാരെ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിലുള്ള വിരോധത്തിൽ വരൻ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത സംഭവമാണ്. 28 വയസ്സുള്ള അബൂ ത്വാഹിറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. ഈ 2 വാർത്തകൾ നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട്. എന്താണത്?
ഒന്ന്, വിവാഹം ഒരിക്കലും ഒരു കളിയല്ല. അത് നമ്മുടെ മകളുടെ കല്യാണമാണെങ്കിലും മകന്റെ വിവാഹമാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച, മതം പഠിപ്പിച്ച ഒരു രീതി അതിനുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ ആ രീതി അനുധാവനം ചെയ്യുക എന്നത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫൽ ഈമാൻ. ഒരാളുടെ വിവാഹം നടന്നു എങ്കിൽ റസൂലുള്ളാഹി പറയാണ് ഈമാനിന്റെ പകുതി പൂർത്തിയായി. ഫല്യത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാക്കി. അതിന്റെ പകുതിയിൽ അള്ളാഹനെ സൂക്ഷിക്കട്ടെ. ഒരാളുടെ പൂർണ്ണമായ ഈമാനിന്റെ പകുതി ഒരു വിവാഹത്തോടുകൂടി, ഒരു കല്യാണത്തോടുകൂടി, ഒരു വിവാഹത്തോടുകൂടി പൂർണ്ണമായിന, പകുതി പൂർണ്ണമായിന. അപ്പൊ ആ വിവാഹവും ഈമാനും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, മൻ റസഖഹുല്ലാഹു ഇംറഅത്തുൻ സ്വാലിഹ. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി. അവന്റെ ദീനിന്റെ പാതി അവന് അള്ളാഹു ആ വിഷയത്തിൽ അവനെ സഹായിച്ചു. ഫല്യത്തഖില്ലാഹ ഫി ശത്രി സാനി. രണ്ടാമത്തെ പാതിയിൽ അവൻ അള്ളാഹനെ സൂക്ഷിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് ബാറക്കല്ലാഹ്. അള്ളാഹുവിന്റെ എല്ലാ നിലക്കുമുള്ള ബർക്കത്ത് നമ്മളെ മക്കൾക്ക്, കുടുംബത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വിവാഹത്തിൽ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കണം. വിവാഹമല്ല, വിവാഹ ദിവസമല്ല, വിവാഹ ദിവസങ്ങളുടെ മുൻപോ ശേഷമോ ഉള്ള സൽക്കാരങ്ങളല്ല, മറിച്ച് ജീവിതമാണ്. സഹോദരങ്ങളെ, വിവാഹത്തിന് ശേഷം നമ്മളെ മക്കൾ സന്തോഷമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതല്ലാതെ കല്യാണ ആ ദിവസത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനുശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പോലെ ആയിരിക്കണം നമ്മുടെയൊക്കെ മക്കളെ നിക്കാഹ് നടക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ എന്തിനാണ് ഒരു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വധുവിന്റെ വീട്ടുകാർ എന്തിനു മാറി? ആലോചിക്കണം നിങ്ങൾ. മാറേണ്ട ഒരു കാരണമുണ്ടാകും അല്ലെ? അന്വേഷണം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം. നിക്കാഹിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരിക്കലും തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരുത്തനല്ല എന്ന വിവരം, അറിവ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിക്കാഹ് കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയതാ, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, അതിന് ശേഷമാണ് അവർ പെണ്ണിന്റെ വീട്ടുകാർ ഇതിൽ നിന്ന് ഒഴിയുന്നത്. ഇതിന്റെ വിരോധം തീർക്കാനാണ് ഇവൻ തോക്കുമായി വന്നിട്ട് വീടിന് നേരെ വെടിയുതിർത്തത്. ആ വീട്ടിന്റെ ഉള്ളിൽ മക്കളും സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണിത്? നമ്മൾ ഏത് സമയത്തും റസൂൽ പറഞ്ഞ 4 കാര്യങ്ങൾ വിവാഹത്തിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വൽയദ്ഫർ ബിദാത്തിൽ ദീന് തിരഞ്ഞെടുക്കണം. അവിടെയാണ് നമ്മൾ കുഫു ഒപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പവിത്രമാണ് ഈ ബന്ധം. അതുകൊണ്ട് ആ വിവാഹത്തിന് കുഫു ഒപ്പിക്കേണ്ടത് വേറെ ഏതെങ്കിലും രീതികളിലല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് കുഫു എന്ന് പറഞ്ഞാൽ ദീനായിരിക്കണം, ആദർശമായിരിക്കണം. അത് ഒപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും അള്ളാഹുവിന്റെ തൃപ്തിയിലും ഉള്ള വിവാഹങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡയാലിസിസ് രോഗികളുണ്ട്, ഡയാലിസിസ് നടത്തുന്ന രോഗികളുണ്ട്. ഒരു ഡയാലിസിസ് കഴിഞ്ഞിട്ട് അടുത്ത ഡയാലിസിസിന് ആരുടെ മുന്നിൽ കൈ നീട്ടുമെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ട്. കടബാധ്യതകൾ കൊണ്ട് തീർക്കാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടുകളുമായി ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത് റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുൻ നിക്കാഹു ഐസർ. ലളിതമായ വിവാഹമായിരിക്കണം നടത്തേണ്ടത്, ലളിതമായ നിക്കാഹായിരിക്കണം നടക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടുന്ന രൂപത്തിൽ ഖൈറുൻ നിക്കാഹാകണം നമ്മുടെ മക്കളുടെ നിക്കാഹ്. ആർഭാടങ്ങൾ, ധൂർത്തുകളൊന്നും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രൂപത്തിലായിരിക്കണം. ഞാനിത് കേൾപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആണിനും പെണ്ണിനും കൂടി ഒരു സ്റ്റേജ് മേൽ ഇരുത്തിയിട്ട് നിക്കാഹ്, ആ നിക്കാഹ് നടത്തിക്കൊടുത്ത ആള് ഷിയയാണ്. ഷിയാക്കളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ ഒരു മനുഷ്യനാണ്. അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതുന്ന, അതിനുവേണ്ടി പത്രങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി ആനുകാലികങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ആ നിക്കാഹ് നടത്തിയത്. ആണിനും പെണ്ണിനും സ്റ്റേജിൽ കയറ്റിയിട്ട്. സഹോദരങ്ങളെ, പാടില്ല. നിക്കാഹ് പവിത്രമാണ്. ആ രൂപത്തിൽ തന്നെ നിക്കാഹ് നടക്കണം. ഒരു പെണ്ണിനെ പ്രദർശന വസ്തുവാക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നമ്പാടും കാര്യങ്ങൾ കല്യാണം നിശ്ചയിച്ചാൽ പിന്നെ ആ പെണ്ണിനെ മാത്രം കൊണ്ടുപോയി അവളെ വീഡിയോ എടുത്ത്
എടുത്ത് കല്യാണത്തിന് മുമ്പും ശേഷവും വീഡിയോകൾ ചിത്രീകരിച്ച് അത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയുടെ ഈ ഫോട്ടോകൾ അന്യപുരുഷന്മാർ നാടുകളെ കാണുന്ന ഏറ്റവും പ്രയാസകരമായ അവസ്ഥകൾ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ പ്രചരിച്ചു വരികയാണ്. നമ്മുടെ നാടുകൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് പവിത്രമായി പരിശുദ്ധമായി ഇസ്ലാം മനസ്സിലാക്കി തന്ന ഈ കാര്യത്തെ ആ രൂപത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം തിന്മകളൊക്കെ നമ്മളെ നാടുകളിൽ വർദ്ധിച്ചു വരികയാണ്. ഈ വെടിയുതിർത്ത സംഭവവും ഇതുപോലെയുള്ള വറൈറ്റി നിക്കാഹുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു ഇസ്ലാമിന്റെ മാതൃക ഒരു ഇസ്ലാമിന്റെ മാതൃക കാണിച്ചു കൊടുക്കാൻ, കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഷിആറുകൾക്ക് സാക്ഷികളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ബഹുമാനനായ പഞ്ചാര കുഞ്ഞാവ സാഹിബിന്റെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ അവർ മരണപ്പെട്ടു പോയത് കേവലം ഒരു സഹോദരിയല്ല സഹോദരങ്ങളെ. നമ്മുടെ ഈ പ്രദേശത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ദഅവത്ത് നടത്തി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയാണ്. പഞ്ചാര കുഞ്ഞാവ സാഹിബിനെ പോലെയുള്ള ആൾ അദ്ദേഹം മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പല പ്രദേശങ്ങളിലും തൗഹീദ് പറയാൻ സമ്മതിക്കാതെ പുരോഹിതന്മാർ സാധാരണക്കാർ ഇളക്കിവിട്ട് സ്റ്റേജുകൾ കയ്യേറിയ സമയത്ത് പ്രതിരോധം സ്വന്തം ശരീരം കൊണ്ട് പ്രതിരോധം തീർത്ത ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു പഞ്ചാര കുഞ്ഞാവ സാഹിബിനെ പോലെയുള്ള ഒട്ടുമൽ സ്വദേശിയായ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയാണ് മരണപ്പെട്ടു പോയത്. അവരുടെ മക്കളെ മുഴുവനും തൗഹീദിലേക്ക് കൊണ്ടുവന്നു, മുവഹ്ഹിദുകളാക്കി മാറ്റി. നമ്മുടെ പ്രദേശത്ത് പള്ളികളിൽ വന്നു, ഈദ്ഗാഹുകളിൽ വന്നു. അങ്ങനെ സഹോദരിമാർക്കിടയിൽ തൗഹീദിന് വേണ്ടി മുമ്പേ നടന്നൊരു സഹോദരിയാണ്. അങ്ങനെ സഹോദരിയാണ് മരണപ്പെട്ടു പോയത്. ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ നല്ല കാര്യങ്ങൾക്കും, മുഴുവൻ തൗഹീദിന്റെ വെളിച്ചങ്ങൾക്കുമുള്ള ഒരു കൂലി അള്ളാഹു അവർക്ക് നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹു ആ സഹോദരിയുടെ ഖബർ പ്രകാശപൂരിതമാക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു അവരുടെ അമലുകൾ കബൂൽ ചെയ്യുമാറാവട്ടെ, ഹസനാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ മക്കൾക്ക് ദീനീ ദഅവാ രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ ജീവിച്ച അതേ മാതൃകയിൽ ജീവിക്കാൻ, ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു ആ കുടുംബത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വരിഖാബ ആബാഇനാ വ أمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.